മുൻപന്തി നിൽക്കുന്ന ഒരു വാഹന കമ്പനിയാണ് ഹുണ്ടായി. ഹുണ്ടായുടെ BS6 മോഡൽ 2020 BS6 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ പെട്രോൾ വേരിയന്റ് സ്പോർട്സ് മോഡലിന്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓഫ് ബീറ്റ് ട്രാവലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിയോസിന്റെ ഫ്രണ്ട് വശങ്ങളിലേക്ക് വന്നാൽ ഇതിന്റെ സ്പോർട്സ് മോഡൽ ആയതാണ്. ഇതിന് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഒന്നുമില്ല. ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡൽ ലാസ്റ്റ് ഇയർ വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതില് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് വന്നിട്ടില്ല. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹുണ്ടായുടെ ഒരു ഗ്രില്ലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലിന്റെ സൈഡിലായിട്ട് എല്ലാ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബൂമറാങ് ഷേപ്പുള്ള DRL യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹുണ്ടായുടെ ലോഗോയും ഇവിടെ കൊടുത്തിരിക്കുന്നു. ബോണറ്റ് എല്ലാം ഒരു ക്യാരക്ടർ ലൈനും കൊടുത്തൊരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു നല്ല സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു എയർ ഡാം യൂണിറ്റ് ഗ്രില്ലിന്റെ ഉള്ളിൽ തന്നെയാണ് വലിയൊരു എയർ ഡാം യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ ഫോഗ് ലാമ്പ് ഒരു പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കുഴിഞ്ഞ പോർഷനിൽ ഇവിടെ ഒരു എയർ വെന്റ് പോലത്തെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹുണ്ടായി അവകാശപ്പെടുന്ന എയർ ഫ്ലോ അതിൽ കയറി അതിന്റെ ട്രാവലിനെ ബാധിക്കില്ലാത്ത രീതിയിൽ നമ്മുടെ കാറ്റ് പിടിക്കില്ലാത്ത ഒരു ഡിസൈനാണ് ആ ഫ്ലോ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊരു തുളയാണ് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഐറ്റൻ നിയോസിന്റെ വശങ്ങളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഇതൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽ ഒന്നുമല്ല. ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ നിയോസിനുണ്ട്. ഇത് സാധാരണ ഒരു ഗൺ മെറ്റാലിക് 5 അലോയ് വീലാണ് വരുന്നത്. ഇതിന്റെ ടയർ സൈസ് വരുമ്പോൾ 165, 70, 6, 14 ഇതിന്റെ ടയർ സൈസ് വരുന്ന ഒരു ഗൺ ടൈപ്പ് മെറ്റാലിക് കളറുള്ള ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വേറൊരു ഡയമണ്ട് കട്ട് അലോയ് വീലിന്റെ ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിററിലൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ 2-3 ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടും കൊടുത്തിട്ടുണ്ട്. 165 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫുൾ ഓപ്ഷൻ മോഡലിൽ വരുമ്പോൾ ഒരു കീലെസ് എൻട്രി ഉണ്ട്. ഇത് സ്പോർട്സ് മോഡൽ ആയതാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള മോഡൽ ആയത് കാരണം കീലെസ് എൻട്രി കൊടുത്തിട്ടുള്ള കീൽ ഇവിടെയാണ് കീയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് വശങ്ങളിലേക്ക് വന്നതുണ്ടോ, ബാക്കിലെ ഡോർ ഹാൻഡിൽ സൈഡിൽ ഒരു ബ്ലാക്ക് പോർഷനിൽ ഒരു GI10 ഗ്രാൻഡ് ഐറ്റൺ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ബാക്ക് വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുണ്ടോ, സ്പോർട്സ് ഏത് വേരിയന്റ് ആണെന്നുള്ള സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹുണ്ടായുടെ ലോഗോ സെന്റർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ കീ ഇടാൻ ഡിക്കി ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ഒന്നുമല്ല, ഇത് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിയോസ് എന്നുള്ള ഈ ബാഡ്ജിങ് വളരെ മനോഹരമാണ്. ഒരു അതൊരു ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നിയോസിന്റെ ടെയിൽ ലാമ്പ് അത്ര ഭംഗി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാധാ രീതിയിലുള്ള ടെയിൽ ലാമ്പ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്, റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പോർഷനിൽ നമുക്കൊരു ഹണിഫോം ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ എന്നുള്ള ഈ പോർഷനിലും നമ്മുടെ ഒരു ഹണിഫോം ഡിസൈൻ കൊടുത്തത്. അത് ഫ്രണ്ടിലെ ഹെഡ്ലാമ്പ് യൂണിറ്റിലും ആ പോർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലാമ്പ് യൂണിറ്റിലും അതുപോലെ തന്നെ ഹണിക്രോംബ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉള്ളിൽ വശങ്ങളിലേക്കും അത് കൊണ്ടുപോയിട്ടുണ്ട്. ഡാഷ്ബോർഡിന്റെ ഡിസൈനിലാണെങ്കിലും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഉള്ളിൽ വശങ്ങൾ കാണുമ്പോൾ അത് കാണാം. പിന്നെ ഈ വണ്ടിയുടെ വാഹനത്തിന്റെ ബാക്ക് വശങ്ങളിലേക്ക് വന്നാൽ ഈ സ്പോർട്സ് മോഡലിൽ ഡിഫോക്കർ മാത്രമേ ഉള്ളൂ, വൈപ്പർ ഇല്ല. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. വൈപ്പർ യൂണിറ്റ് ഫുൾ ഓപ്ഷൻ ഉള്ളിൽ മാത്രമേ വൈപ്പർ യൂണിറ്റ് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ക്യാമറ കൊടുത്തിരിക്കുന്ന ഇതാണ്. പിന്നെ നിയോസ് എന്നുള്ള ഈ ബാഡ്ജിങ് ആണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട്. പുതിയ മോഡൽ അനുസരിച്ച് ഹുണ്ടായുടെ എല്ലാ വാഹനങ്ങളെയും ബാഡ്ജിങ് ഇപ്പോൾ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസർ ഉണ്ട്, റിഫ്ലക്ടേഴ്സ് 2 2 സൈഡിൽ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ട് നിയോസിന്റെ ബൂട്ട് സ്പേസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് അതിന്റെ കൊടുത്തിരിക്കുന്നത് 260 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. തിരക്കേടില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് കൊണ്ടാണ് കൊടുക്കുന്നത്. ഒരു പാഴ്സൽ ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി ലോഡിംഗ് ഹൈറ്റ് ഉണ്ടെന്നുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് മാത്രമേ ഉള്ളൂ. ശകലം ലോഡിംഗ് ഹൈറ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും വിസ്താരമേറിയതിനാൽ നമുക്ക് സാധനങ്ങൾ കയറ്റി വെക്കുന്നതിൽ യാതൊരു തടസ്സമൊന്നുമില്ല. ഗ്രാൻഡ് ഐറ്റൺ എന്നൊരു ബാഡ്ജിങ് ഇവിടെയും ഒരു ഷാർപ്പിംഗ് ആന്റിന ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റൂഫ് റെയിലും മുകളിൽ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് മോഡലാണ് റൂഫ് റെയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആണെന്നൊരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഉൾവശങ്ങളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐറ്റൺ നിയോസിന്റെ ഉൾവശങ്ങളിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് കീ എന്ന് നോക്കാം. ഇതാണ് ഐറ്റൺ നിയോസിന്റെ കീ. അവിടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോർ പാഡിലേക്ക് വന്ന ഒരു വൈറ്റ് കളർന്ന ഡോർ പാഡാണ് കേട്ടോ.
പിന്നെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററിന്റെ കൺട്രോൾസും സൈഡ് മിററിന്റെ കൺട്രോൾസും ഗ്ലാസിന്റെ കൺട്രോൾസും ഇവിടെ കൊടുക്കുന്നു. ഒരു ക്രോമിയം പോലത്തെ കളറുള്ള ഡോർ ഹാൻഡിൽ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയ ഒരു സ്റ്റോറേജ് യൂണിറ്റും 1 ലിറ്റർ വയ്ക്കാനുള്ള സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്, ഡ്രൈവിംഗ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെൽ കുഷീൻഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും കിട്ടുന്ന നല്ല നീ റൂമും ഹെഡ് റൂമും കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ AC വെന്റ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു ക്രോമിയം ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹെഡ്ലൈറ്റിന് ലെവർ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഇതിന്റെ സ്റ്റിയറിംഗ് യൂണിറ്റിൽ കൺട്രോൾസ് മോഡ്, കോള്, അതുപോലെയുള്ള ബോയ്സിന്റെ നമ്മുടെ മ്യൂസിക്സിന്റെ കൺട്രോൾസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അനലോഗും ഒരു ചെറിയ ഡിജിറ്റലും ആയിട്ടുള്ള പാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ ഇവിടെ ഇതിന്റെ അകത്ത് എല്ലാ യൂണിറ്റ്സും കൊടുക്കുക, എല്ലാ കൺട്രോൾസും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിലോമീറ്റർ പെർ അവർ, എത്ര ഡിസ്റ്റൻസ് ടു MT, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട് എത്ര കിലോമീറ്റർ ഓടോ, ട്രിപ്പ് A, ട്രിപ്പ് B, എത്ര ഡിസ്റ്റൻസ് ടു MT കൊടുത്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ പെർ മൈലേജ് കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂസിന്റെ ഉൾവശങ്ങളിലേക്ക് വന്നാൽ ഒരു വൈറ്റ് കളർന്ന ഡിസൈനാണ് സീറ്റിലാണേലും ഡാഷ്ബോർഡിലാണേലും എല്ലാം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് പെട്ടെന്ന് മുഷിയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം അത്രയ്ക്ക് വൈറ്റ് ആയിട്ടുള്ള ഡോറിലാണെങ്കിലും ഇവിടെയൊക്കെ ഇതൊരു ഗ്ലോസി ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം തുടച്ചാലും പോകും. പക്ഷെ ഈ ഡോർ പാഡലിലുള്ള കളറെല്ലാം അതിൽ പെട്ടെന്ന് അഴുക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവിടെ ആണെങ്കിലും 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ, വലിയൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ പാകത്തുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലൗ ബോക്സ്, അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ കൂടുതൽ ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ എല്ലാ കൺട്രോൾസും മാനുവലായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലെയുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അതിന്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനൊരു ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ എത്രയാണ് സ്പാൻ സ്പീഡ്, എത്രയിലാണ് AC കിടക്കുന്നത് എന്നുള്ള കൺട്രോൾസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ വെക്കാനുള്ള. പിന്നെ ഈ പോർഷനിലായിട്ട് ഒരു USB ചാർജിംഗ് പോർട്ടും 12 വോൾട്ട് ചാർജിംഗ് യൂണിറ്റും കൊടുത്തു. USB പോർട്ടും 12 വോൾട്ട് ചാർജിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഇതായിട്ട് പറയാൻ പറ്റുന്ന ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലാകുമ്പോൾ ഒരു വയർലെസ് ചാർജിംഗ് യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് വയർലെസ് ചാർജിംഗ് യൂണിറ്റ് ഒരു വാഹനത്തിന് കൊടുക്കുന്നത്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലിൽ വയർലെസ് ചാർജിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മനോഹരമായ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പോർട്ടിയായിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലും ടെയിൽ ലാമ്പിലും പിന്നെ സൈഡിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ബാഡ്ജിങ്ങിലും കൊടുത്തിരിക്കുന്ന ആ സെയിം ഡിസൈൻ പാറ്റേൺ, ഒരു ഹണികോം ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഈ ഇന്റീരിയറിലേക്ക് വന്നാലും ഇവിടെയും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡാഷ്ബോർഡ് യൂണിറ്റും ഡാഷ്ബോർഡല്ല, നമ്മുടെ മ്യൂസിക് സിസ്റ്റം യൂണിറ്റും ഈ ക്ലസ്റ്ററും ഒറ്റ പാർട്ടായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഇൻസേർട്ടിലാണ് ഇവിടം വരെ അത് കവർ ചെയ്ത് പോകുന്നത്. ഇങ്ങനെ നീളത്തില് റൗണ്ടിൽ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഉള്ളിലാണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതിൽ റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡൈനാമിക് റെപ്രസെന്റേഷൻ ഉള്ള ഒരു ക്യാമറ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. വലിയ മോശമൊന്നും പറയാനില്ല. എന്തെങ്കിലും എന്നാൽ അത്ര നല്ലതല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. സീറ്റിന് നല്ല ബാക്ക് സപ്പോർട്ടും തൈ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഈ വാഹനത്തിന് കൊടുത്തിട്ടില്ല. ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഒരു സ്പോർട്സ് മോഡൽ ഇതിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു വൈറ്റ് കാണുന്ന ഫാബ്രിക് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് എന്നാലൊരു വൈറ്റ് കാണുന്നതാണ് മുഷിയാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഈ വാഹനത്തിന്റെ ബാക്കി വശങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂസിന്റെ ബാക്ക് വശങ്ങളിലേക്ക് വന്നാൽ നല്ല ഹെഡ് റൂമും നല്ല ന്യൂ റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ ഈ ബാക്ക് വശം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് കളർന്ന് കൊടുത്ത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ കാല് തൊട്ടുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് മുഷിയാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഹുണ്ടായി അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു അപ്പ് മാർക്കറ്റ് പ്രീമിയം കിട്ടാനുള്ള ഒരു ഇതിലായിരിക്കും ഇത്രയും വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കും കൊടുത്തതെന്ന് പറയുന്നത്. ഐറ്റന്റെ ഫ്രണ്ട് സീറ്റിൽ ഒരു ഡോർ പോക്കറ്റ് കോ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ മാത്രമേ ഉള്ളൂ. ഡ്രൈവറിന്റെ സീറ്റിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള എന്താണെന്നറിയില്ല. പിന്നെ ഒരു റിയർ AC വെന്റുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ 12 വോൾട്ട് ചാർജിംഗ് പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കട്ടെ. അത്ര വലിയ ഒരു തടിച്ച ടണൽ യൂണിറ്റ് ഒന്നുമില്ല. ഫ്ലാറ്റ് ഫ്ലോർ അല്ല എങ്കിലും അത്യാവശ്യം താഴ്ന്ന രീതിയിൽ ഇരിക്കുന്ന 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഒരു വീതിയേറിയ സീറ്റാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചാഞ്ഞിരിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടില്ല.
ഹണികോം പാറ്റേൺ ആയിട്ടുള്ള ഡിസൈൻ 4 ഡോറിൽ പാടലും കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ ഇങ്ങനെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിലും ബാക്കിലെ ടെയിൽ ലാമ്പയിലും ഈ സൈഡിലെ ഈ പോർഷനിലും കൊടുത്ത പോലെ തന്നെ ഇവിടെയും ഡോർ പാടുകളിലെല്ലാം ആ ഡിസൈൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഹുണ്ടായി. ഇതിന് ഗ്രാൻഡായിട്ട് നിയോസിന്റെ സേഫ്റ്റി മെഷേഴ്സുകൾക്ക് പറഞ്ഞാൽ 2 എയർ ബാഗ്, ABS, EBD എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ കോർണർ സ്റ്റെബിലിറ്റി പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ഇല്ല. ABS, EBD എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 2 ഡ്രമ്മുമാണ് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം വെച്ച് എന്തിന്റെ എഞ്ചിൻ സ്പെക്സ് ഒന്ന് നോക്കാം. ഗ്രാൻഡ് ആയിട്ട് നിയോസിന് 3 ടൈപ്പ് എഞ്ചിൻ യൂണിറ്റ് ആണ് വരുന്നത്. പെട്രോള്, ഡീസല്, CNGയും കൂടെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇതൊരു പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു AMT യൂണിറ്റും വരുന്നുണ്ട്. അതുപോലെ 1 ലിറ്റർ ടെർബോ പെട്രോൾ ആയിട്ടുള്ള വേരിയന്റും കൂടെ ഇതിന്റെ അകത്ത് വരുന്നത്. കാപ്പ എന്നുള്ള KL 1.2 എന്നുള്ളൊരു ബാഡ്ജിംഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.2 ലിറ്റർ CRD ഡീസൽ മാനുവൽ എഞ്ചിൻ കൂടി വരുന്നുണ്ട്. CRD AMTയും മാനുവലും CRDയിലും ഡീസൽ വേരിയന്റിൽ അവൈലബിൾ ആണ്. 1197 cc കാപ്പ പെട്രോൾ എഞ്ചിന് വരുന്നത് 83 PS കരുത്താണ്. അത് 1200 cc തന്നെ 1186 cc ഡീസൽ എഞ്ചിന് വരുമ്പോൾ 75 PS കരുത്താണ് വരുന്നത്. അതുപോലെ ടെർബോ പെട്രോൾ മോഡലിൽ വരുമ്പോൾ 998, അതായത് 1000 cc 100 PS കരുത്തുള്ള ഒരു പെട്രോൾ വരും. അതിന് ടെർബോ പെട്രോൾ മോഡലിന് അത്യാവശ്യം പവർ ആവശ്യമുള്ളവർക്കുള്ളൊരു വാഹനമാണ്. അതിൽ 1000 cc 100 PS കരുത്താണ് വരുന്നത്. CNG വരുമ്പോൾ 1197 69 PS കരുത്താണ് ഈ വാഹനത്തിന്. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ വൈബ്രേഷൻ സൗണ്ട് ഒന്ന് നോക്കാം. വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കേട്ടോ. ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും പക്ഷേ പെട്രോൾ എഞ്ചിൻ വളരെ സ്മൂത്തും BS6 എഞ്ചിൻ വളരെ സ്മൂത്താണ്. ഇതിന്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നത് വളരെ സൈലന്റ് ആണ്. അങ്ങനെ സൗണ്ടൊന്നുമില്ല, യാതൊരു തരം സൗണ്ടും ഇല്ല. വളരെ ക്വയറ്റ് ആണ്. പക്ഷെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് നമുക്ക് കൈ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു വൈബ്രേഷൻ ഇവിടെ കാണാം. വൈബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും യാതൊരു വൈബ്രേഷൻ കണ്ടപ്പോൾ തോന്നത്തില്ല, അത്ര ഫീൽ ചെയ്യുന്നില്ല. എഞ്ചിൻ ഭയങ്കര ക്വയറ്റാണ്, ഒരു എത്തും സൗണ്ടില്ല. നമുക്ക് കേൾക്കാമല്ലോ, ഓൾറെഡി നമുക്ക് ഇത്ര അടുപ്പിച്ച് എഞ്ചിൻ സ്റ്റാർട്ടായിട്ട് ഇരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആ ഹണികോംബ് ഡിസൈൻ പാറ്റേൺ നമുക്ക് ഇവിടെ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2 വശങ്ങളിലേക്കും അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ബോണറ്റിന്റെ ഉള്ളിൽ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല ഈ വാഹനത്തിന്റെ. പക്ഷെ നമുക്ക് നോക്കാം, വാഹനത്തെ നമ്മൾ അടച്ചിട്ട് എത്ര സൗണ്ട് ഉണ്ടോ നമുക്ക് നോക്കാം. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഇപ്പൊ സ്റ്റാർട്ടാണ്. പക്ഷെ അപ്പോൾ ബോണറ്റിന് ഇൻസുലേഷനും കൊടുത്തില്ലെങ്കിൽ പോലും വളരെ സൈലന്റ് ആണ്. പുറത്തേക്ക് യാതൊരു സൗണ്ടും ഈ വാഹനത്തിന്റെ എഞ്ചിനില്ല. ഇൻസുലേഷനൊക്കെ കൊടുത്താണ് എഞ്ചിന്റെ സൗണ്ട് സാധനങ്ങൾ. പക്ഷെ ഇൻസുലേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഗ്രാൻഡായിട്ട് നിയോസിന് യാതൊരു സൗണ്ടും പുറത്തേക്കില്ല. കാരണം ഓൾറെഡി എഞ്ചിൻ ഓണാണ്. നമുക്ക് ഓഡിബിൾ ആയിട്ട് പുറത്തേക്കൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് ഉള്ളിലെ ഉള്ളിൽ കംഫർട്ട്, ഈ വാഹനത്തിന്റെ പവർ ഡെലിവറി അല്ലെങ്കിൽ എഞ്ചിന്റെ സൗണ്ട്, നോയ്സിന്റെ ഇൻസുലേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാൻഡായിട്ട് നിയോസിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ലെങ്ത് വരുന്നത് 3805 മില്ലിമീറ്റർ ആണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 1680 ആണ്. ഓവറോൾ ഹൈറ്റ് അതിന്റെ വരുന്നത് കഴിഞ്ഞാൽ 1520 ആണ്. ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2450 ആണ്. ഈ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ്. നിയോസ് നമുക്ക് ഇനീഷ്യൽ നല്ല പിക്കപ്പ് ഉണ്ട് വാഹനത്തിന്, നല്ല പവർ ഉണ്ട്. നമുക്കൊരു വലിയ വാഹനം, നല്ലൊരു വെയിറ്റ് വാഹനം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പവറിന് യാതൊരു കുറവ് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെർബോ ലാഗോ അങ്ങനെയൊന്നും ഈ വാഹനത്തിൽ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ അപ്പൊ തന്നെ, ഇപ്പൊ 4th കാല് കൊടുത്താൽ തന്നെ അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്താലും കുഴപ്പമില്ല, നല്ല ഒരു പവർ ഡെലിവറി ഉണ്ട്. പിന്നെ ഓടിക്കാനൊക്കെ നല്ല സുഖമാട്ടോ ഈ വാഹനം. അത്യാവശ്യം നമുക്ക് ഈ പില്ലറിന്റെ മറവൊന്നും ഫീൽ ചെയ്യില്ല. മിക്കവാറും വാഹനങ്ങളിൽ പില്ലറിന്റെ ഒരു മറവ് വീഴും. അത്യാവശ്യം ഗ്ലാസ് ഏരിയ ഉണ്ട്. അത് കാരണം ഫ്രണ്ട് വിസിബിലിറ്റി, സൈഡ് വിസിബിലിറ്റി അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള, കുഴപ്പമില്ലാത്തതെന്നല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ ഡെലിവറി ഉണ്ട്.
ഇപ്പൊ കട്ടറിലൊക്കെ ആണെങ്കിൽ ചാടിയാൽ പോലും നമുക്ക് കുഴപ്പമില്ല. സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ, അതുകൊണ്ട് തന്നെ വലിയ ഒരു കൊടുക്കുമൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യത്തിന്റെ AC ഓണാണ്. ഇപ്പൊ AC ഒക്കെ ഭയങ്കര ക്വയറ്റാണ്, യാതൊരു സൗണ്ടും ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് ക്യാബിൻ ഇൻസ്റ്റലേഷൻ നടപടി AC നമുക്ക് ഓഫ് ചെയ്താ AC ഓഫ് ചെയ്തു, യാതൊരു സൗണ്ടും ഇല്ല എഞ്ചിന്റെ. അത് നമുക്ക് ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാരണം നല്ല സ്മൂത്ത് ആണ് എഞ്ചിൻ. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് വാഹനത്തിന്. ഈ വാഹനത്തിന് മൈലേജ് വരുന്ന 20.8 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഹൈവേയിലൊക്കെ എന്താണേലും ഒരു 20 കിലോമീറ്റർ അടുത്ത് കിട്ടുമെന്ന് ആണ് എന്റെ ഫ്രണ്ട് അനൂപിന്റെ വണ്ടിയാണ്. അനൂപ് പറഞ്ഞത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. എന്താണേലും ഇതിലിപ്പോ കാണിച്ചിരിക്കുന്നത് നമ്മൾ ലോക്കൽ ഓടിക്കുമ്പോഴും 17 കിലോമീറ്റർ മൈലേജ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഓടിക്കാൻ നല്ല സുഖമായിട്ട് നമുക്കൊരു വാഹനത്തിന് നല്ല ഡ്രൈവിങ്, നമുക്ക് സിറ്റി സർവീസുകളിലൊക്കെ കൊണ്ടു നടക്കാൻ നല്ല ഒരു വാഹനമാണ്. കാരണം അത്യാവശ്യം നല്ല കൺട്രോൾ, നല്ല ട്രെയിനിങ് റേഡിയസ് ഒക്കെ നല്ലപോലെ ഉള്ളത് കാരണം നമുക്ക് വാഹനം കുഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഉള്ളിൽ അതിനകത്ത് അത്യാവശ്യം നല്ല സീറ്റിനും അല്ലെ നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. നമ്മള് വട്ടം തിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്. നമുക്ക് വാഹനം നിർത്തിയിട്ട് നമുക്ക് ഫസ്റ്റിലിട്ടൊന്ന് നോക്കാം. ഐഡിലായി ഫസ്റ്റിലിട്ട് നല്ലൊരു മൂവ്മെന്റ് റെസ്പോൺസ് ഉണ്ട്. സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ കാലം കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൂവ്മെന്റ് ഉണ്ട്. തേർഡിലിട്ട് കൊടുത്താലും ഉണ്ടോ, നമുക്ക് എഞ്ചിൻ റെസ്പോൺസ് നല്ലതാണ്. ആക്സിലറേഷൻ എന്തോരം കൂട്ടിയാലും എഞ്ചിന്റെ നോയ്സ് ഉള്ളിലേക്ക് വരുന്നില്ല. ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ ഈ വാഹനം ഈ സ്പോർട്സ് മോഡൽ റോട്ടിൽ ഇറങ്ങിയപ്പോൾ 730 ആയത് ഓൺ റോഡ് ആയത്. എക്സോറും പ്രൈസ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 730 മൂവാറ്റുപുഴയാണ്, മറ്റേ കോതമംഗലാണ് രജിസ്ട്രേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ഈ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളിൽ വെച്ച് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഇതിന്റെ കോമ്പറ്റീറ്റർ സ്വിഫ്റ്റിനേക്കാളൊക്കെ, സ്വിഫ്റ്റ് അതൊക്കെയാണല്ലോ ഇതിന്റെ കോമ്പറ്റീറ്റർ വരുന്നത്. അതിനോടൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡറായിട്ട് തന്നെ ഈ സാധനം, ഈ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഫീച്ചർ ലോഡറാണ് ആ വാഹനമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് വരുന്ന 6 കളറുകളാണ്. വൈറ്റ്, സിൽവർ, ഗ്രേ, റെഡ്, ബ്ലൂ, അക്വാറ്റീൽ എന്ന് പറയുന്ന 6 കളറുകളിലാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ പ്രൈസ് വരുന്നത്, എക്സോറൂം പ്രൈസ് വരുന്നത് 5,18,5,18,000 മുതൽ 7,31,000 വരെയാണ് ഇതിന്റെ പ്രൈസ്, എക്സോറൂം പ്രൈസ് വരുന്നത്. എന്നാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം എല്ലാ ഫീച്ചേഴ്സ് കൊണ്ടും ലുക്ക് കൊണ്ടും അതിന്റെ സ്റ്റൈലിംഗ് കൊണ്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വാഹനമാണ്. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകളും ഷെയറുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.